മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി മുൻകൈയെടുക്കുമെന്ന് വർക്കിംഗ് ചെയർമാൻ മന്ത്രി പി ജെ ജോസഫ്. ഡോക്ടർ കസ്തൂരി രംഗൻ ശുപാർശകൾ തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ ബഹുജന സമ്മർദ്ദം ഉണ്ടാകണം. കേരള കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ചില പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് ഗാഡ്ഗിൽ എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും അത് സ്വീകാര്യമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഡോക്ടർ കസ്തൂരി രംഗൻ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന നടക്കുമ്പോൾ അതിശക്തമായ പ്രതികരണങ്ങൾ ഈ ജില്ലയിലുണ്ടാണ്. ഈ ജില്ല മാത്രമല്ല, സംസ്ഥാനത്ത് മൊത്തത്തിലുണ്ടാകണം. ശ്രീ പി സി ജോസഫിലൂടെ പറഞ്ഞ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരിക എന്നുള്ളതിന് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടി മുൻകൈ എടുക്കുന്നതാണ്. നമുക്ക് അത്തരത്തിലൊരു പ്രമേയം വരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കും. കസ്തൂരി രംഗന്റെ ശുപാർശകൾ ശരിയായ നിലയിൽ നടക്കണമെങ്കിൽ ബഹുജന മുന്നേറ്റം ഈ റിപ്പോർട്ടിനെതിരെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനെ സംബന്ധിച്ചെല്ലാം വിശദമായ പരിപാടികൾ നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്, അതുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടയത്തിന്റെ കാര്യം, പട്ടയം കൊടുത്തേ പറ്റൂ. അത് കിട്ടില്ല എന്നുള്ള ഒരു ചിന്ത ഇവിടെ പ്രകടിപ്പിച്ചു. അത് ശരിയല്ല. ഒരു നല്ല തുടക്കം കുറിച്ചു മുഖ്യമന്ത്രി നെടുങ്കണ്ടത്ത് വന്നൊരു നല്ല തുടക്കം കുറിച്ചു. പക്ഷേ ഗതിവേഗം പോരാ എന്നുള്ളതാണ് പ്രശ്നം. ഗതിവേഗം പോരാ, വളരെ വേഗതയിൽ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജോസി ജേക്കബ് അധ്യക്ഷനായിരുന്നു. പി സി ജോസഫ്, എം ജെ ജേക്കബ്, കെ എ ആന്റണി, ഷീല സ്റ്റീഫൻ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ജിമ്മി മറ്റത്തിപ്പാറ, എം മോനിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ചട്ടം ലംഘിച്ചു നഗരത്തിലെങ്ങും ട്രാഫിക് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു. ട്രാഫിക് സൈൻ ബോർഡിൽ പരസ്യങ്ങൾ പാടില്ലെന്നിരിക്കെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യം പകുതിയിലേറെ ഭാഗം അപഹരിക്കുന്ന നോ പാർക്കിംഗ് ബോർഡുകളാണ് നഗരത്തിലെങ്ങും പുതുതായി സ്ഥാപിച്ചിരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനത്തിനു വേണ്ടി ചട്ടം ലംഘിച്ച് നഗരത്തിൽ ട്രാഫിക് സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതായി ആക്ഷേപം. നഗരത്തിൽ തലങ്ങും വിലങ്ങും ഉയരുന്ന ട്രാഫിക് മുന്നറിയിപ്പ് ബോർഡുകളാണ് സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യങ്ങളാകുന്നത്. ട്രാഫിക് സൈൻ ബോർഡുകളിൽ പരസ്യങ്ങൾ പാടില്ലെന്നിരിക്കെയാണ് ബോർഡിന്റെ പകുതിയിലേറെ ഭാഗം പരസ്യം കവരുന്നത്. മാത്രമല്ല, മുന്നറിയിപ്പ് ബോർഡുകൾ കാണുന്ന ഡ്രൈവറുടെ ശ്രദ്ധയിൽ ആദ്യം പരസ്യം പതിയത്തക്ക വിധത്തിലാണ് സൈൻ ബോർഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓടുന്ന വാഹനത്തിലിരിക്കുന്ന ഡ്രൈവർ പരസ്യം വായിച്ചു കഴിയുമ്പോഴേക്കും വാഹനം മുന്നോട്ട് പോയിരിക്കും. മാത്രമല്ല, നഗരത്തിന്റെ ഗതാഗത ആവശ്യങ്ങൾ പരിഗണിക്കാതെ പരസ്യം നല്ല നിലയിൽ കാണാൻ പറ്റിയ സ്ഥലങ്ങളിലാണ് നോ പാർക്കിംഗ് ബോർഡുകൾ പലതും വച്ചിരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. മോട്ടോർ വാഹന വകുപ്പുമായി കൂടിയാലോചിച്ചില്ലെന്നും പറയപ്പെടുന്നു. മലങ്കര ജലാശയം പരിസര പ്രദേശങ്ങളുടെ കുപ്പത്തൊട്ടിയായി മാറുകയാണ്. കണക്കറ്റ മാലിന്യങ്ങളാണ് നിർദ്ദിഷ്ട ടൂറിസം കേന്ദ്രത്തിൽ തള്ളുന്നത്. മലങ്കര ജലാശയം പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിക്ഷേപ കേന്ദ്രമാവുകയാണ്. ജലാശയത്തിന്റെ ഓരങ്ങളിൽ താമസിക്കുന്നവരും ദൂരസ്ഥലങ്ങളിലുള്ളവരും വരെയുള്ളവർ മാലിന്യം തള്ളുന്നത് മലങ്കര ജലാശയത്തിലാണ്. പ്രതിദിനം കണക്കറ്റ അളവിലുള്ള പ്ലാസ്റ്റിക്കാണ് ഡാമിൽ അടിയുന്നത്. തൊടുപുഴ നഗരസഭയും മറ്റ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നത് നിരോധിച്ചതോടെ മാലിന്യ നിക്ഷേപത്തിനുള്ള സുരക്ഷിത കേന്ദ്രമായാണ് പലരും മലങ്കര ജലാശയത്തെ കാണുന്നത്. സദ്യയുടെ അവശിഷ്ടങ്ങളും ശേഖരിച്ചു വയ്ക്കുന്ന മാലിന്യങ്ങളും വാഹനത്തിൽ കൊണ്ടുവന്ന് പലരും ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ടൂറിസം കേന്ദ്രമായി വികസിപ്പിച്ചു വരുന്ന ജലാശയം അതിവേഗമാണ് മലിനീകരിക്കപ്പെടുന്നത്. ഈ മാലിന്യങ്ങൾ തന്നെയാണ് തൊടുപുഴയാറിലൂടെയും കനാലുകളിലൂടെയും ഒഴുകിയെത്തുന്നതും. ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ കൃത്രിമ ജലാശയം വൈകാതെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പത്തൊട്ടിയായി മാറും. കൊടിയത്തൂർ വിന്ധ്യനും അതുപോലെ കൊടിയത്തൂർ ആരുമാണ് ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല തൊടുപുഴ, മൂവാറ്റുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ പ്രദേശത്തുള്ള എല്ലാവരും അവരവരുടെ വേസ്റ്റ് സ്വന്തം വീട്ടിൽ സംസ്കരിക്കുന്നതിന് പകരം ഈ ആറിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും അത് രാവിലെ ഓരോ ചാക്കുകെട്ടായിട്ട് ആറിലൂടെ പൊങ്ങി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ധാരാളം പായൽ ഉള്ളത് കൊണ്ടും ഈ വെള്ളത്തിന് ഒഴുക്കില്ലാത്തതുകൊണ്ട്, റിസർവെയർ ആയതുകൊണ്ട് ഒഴുക്ക് കുറവാണ്, അടിയൊഴുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുകളിൽ പാറി നടക്കുന്ന ഒരു കാഴ്ചപ്പാടാണത് കാണുന്നത്. ഞങ്ങളിവിടെ താമസിക്കുന്നു. പലപ്പോഴും ഇതിൻ്റെ തൊട്ട് പ്രദേശത്ത് നിന്നും ഈ വളരെയധികം സ്മെല്ല് വരുന്നു. കാരണം ഇത് ഈ കോഴി വേസ്റ്റ് അതുപോലെ മറ്റു വേസ്റ്റുകളൊക്കെയാണ് ഇങ്ങനെ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പലപ്പോഴും കുളിക്കാൻ പോലും അസൗകര്യമായിട്ട് കടവിൽ പോയി തിരിച്ചു പോകുന്ന അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മാറ്റേണ്ടതാണ്. ഇതിന് മാറ്റാൻ ഇവിടുത്തെ ജനങ്ങളും അധികാരികളും ശ്രദ്ധിച്ചാൽ മാത്രമേ കഴിയുള്ളൂ.
തൊടുപുഴ നഗരസഭ 35-ാം വാർഡ് ഡ്രൈ ഡേ ആചരിച്ചു. പൊതുസ്ഥലങ്ങളിലെയും പരിസരങ്ങളിലെയും മലിനജലം കെട്ടിക്കിടക്കുന്ന ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയവ നീക്കം ചെയ്തു. വാർഡ് കൗൺസിലർ ബിന്ദു പത്മകുമാർ, കുടുംബശ്രീ ആശാപ്രവർത്തകർ, താലൂക്ക് ആശുപത്രി ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചീകരണ പ്രവർത്തനങ്ങൾ 1 മാസം തുടരുമെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. ഒരു വീടിൻ്റെ പരിസരത്തും കൊതുക് അതുപോലുള്ള യാതൊന്നുമില്ലാതെ വളരെ ശുചിയായിട്ടുള്ള പരിസരത്തോടു കൂടിയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു വാർഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ 3 ആഴ്ചക്കാലം പ്രവർത്തിക്കുന്ന ഡ്രൈ ഡേ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി റെസിഡൻസ് അസോസിയേഷൻ, അംഗൻവാടി, ആശാ വർക്കേഴ്സ്, അതുപോലെ കുടുംബശ്രീ, താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള സിസ്റ്റേഴ്സ്, ഇവരുടെയൊക്കെ സഹകരണത്തോടുകൂടി വളരെ നല്ല രീതിയിൽ ഇതിന് ഒരു തുടക്കം ഇട്ടിരിക്കുകയാണ്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഓരോ വസ്തുക്കളിലും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. ചെറിയ പാത്രങ്ങളിൽ പോലും 5 തുള്ളി വെള്ളത്തിൽ പോലും കൊതുക് വളരും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കണം. ചുങ്കം സെന്റ് മേരീസ് ഫൊറാന പള്ളിയിൽ വിശുദ്ധ മാർത്തിനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. സമാപന ദിനമായ ഇന്ന് ഫാദർ ജോസഫ് വേണാട്ട് തിരുനാൾ റാസ നയിച്ചു. തുടർന്ന് പ്രദക്ഷിണം, സ്നേഹവിരുന്ന് തുടങ്ങിയവ ഉണ്ടായിരുന്നു. മുതലിയാർമട സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ പി ജി രാജശേഖരൻ, നജി ഷാഗുൽ ഹമീദ്, ട്രാക്ക് പ്രസിഡന്റ് MC മാത്യു, ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ കരീം, ബീറ്റ് ഓഫീസർ അജിംസ് കെ എന്നിവർ പ്രസംഗിച്ചു. പരസ്പരം ബന്ധപ്പെടുവാനും ആശയവിനിമയം നടത്തുവാനും അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായി ചർച്ച ചെയ്യുവാനൊന്നും ആർക്കും സമയമില്ല. എല്ലാവരും തിരക്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ റെസിഡൻസ് അസോസിയേഷന്റെ രൂപീകരണത്തോടുകൂടി ഈ 60 കുടുംബങ്ങളിലെ ആളുകൾ ഒന്നിച്ചു ചേരുവാനും ഒന്നിച്ച് കൂട്ടായി ഇരുന്ന് ചർച്ചകൾ നടത്തുവാനും പരസ്പര ബന്ധങ്ങൾ ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഇതിന്റെ പ്രസിഡന്റും അതിന്റെ ഭാരവാഹിയുടെ കയ്യിൽ
നിങ്ങളുടെ 60 വീട്ടിലെയും ഫോൺ നമ്പറുകളും അവിടുത്തെ ആളുകളുമൊക്കെയായുള്ള ബന്ധങ്ങളും അവർ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഇപ്പോൾ പ്രസിഡന്റിനെ വിവരം നിങ്ങൾ അറിയിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഈ 60 കുടുംബങ്ങളിലും നിങ്ങൾക്കുണ്ടായിരിക്കുന്ന വിഷയം എന്താണെന്നുള്ളത് അവിടെ അറിവ് കൊടുക്കാൻ കഴിയുന്നതാണ്. ഏറ്റവും കരണീയമായ ഈ അസോസിയേഷന്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അയ്യോ കഷ്ടം, എന്തൊരു ലോകം, ചുറ്റും പ്ലാസ്റ്റിക് കൂമ്പാരം, ചുറ്റും പ്ലാസ്റ്റിക് കൂമ്പാരം, പല പല മിന്നും പ്ലാസ്റ്റിക് ചേട്ട് നിന്നു ചിരിച്ചു അയ്യയ്യ, കുപ്പികളായും കൂടുകളായി പല രൂപത്തിൽ ഞാനുണ്ട്, എന്തുപകാരം എന്നുടെ നാട്, ഞാനാണിവിടെ രാജാവ്, എന്തുപകാരം എന്നുടെ നാട്, ഞാനാണിവിടെ രാജാവ്. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 12, 19, 20, 21 തീയതികളിൽ മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജലവിഭവ മന്ത്രി PJ ജോസഫ് 19 കലോത്സവം ഉദ്ഘാടനം ചെയ്യും. രചനാ മത്സരങ്ങൾ 12 രാവിലെ 10 മണിക്ക് മുതലക്കോടം സെന്റ് ജോർജ് UP സ്കൂളിൽ നടക്കും. കലാമത്സരങ്ങൾ 19, 20, 21 തീയതികളിൽ SGHSS, SGUPS, SHGHS എന്നിവിടങ്ങളിലായി നടക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ അറിയിച്ചു. തൊടുപുഴ സബ് ജില്ലാ കായികമേള നവംബർ 15 മുതൽ 17 വരെ കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും.